നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഗുണദോഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഉത്രട്ടാതി വളരെയധികം ധൈര്യശാലികളായിട്ടാണ് ഈ നക്ഷത്രക്കാരെ പൊതുവെ കാണപ്പെടുന്നത്. അതോടൊപ്പം അവർ സാഹസിക പ്രിയരുമാണ്. അതുമൂലം കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യും. എന്നാൽ ഏത് സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കുവാനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടാനും ഉള്ള കഴിവ് ഇവർക്കുണ്ട്. എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. നല്ല ബുദ്ധിസാമർഥ്യമുള്ള ഇവർക്ക് എല്ലാ വിഷയത്തെപ്പറ്റിയും സാമാന്യമായ ഒരറിവ് ഉണ്ടായിരിക്കും. നീതിനിഷ്ഠത, സത്യസന്ധത എന്നിവയും അവരുടെ പ്രത്യേകതകളാണ്. ഇവർക്കൊരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരുവാനായിട്ട്. അത് ചിലപ്പോൾ ഒരു കലഹം വരെ പോയേക്കാം. എന്നാൽ അത് നീണ്ടു നിൽക്കുകയുമില്ല. മാതാപിതാക്കളോട് പ്രത്യേകമായ ഒരു സ്നേഹവും ബഹുമാനവും ഇവർക്കുണ്ട്. എന്നാൽ മറ്റ് സ്വന്തക്കാരുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വിദേശത്ത് പോകുവാനും അവിടെ തന്നെ താമസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള യോഗവും ഇവർക്കുണ്ട്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ഒരു കാര്യം തുടങ്ങിയാൽ അത് തീരുന്നതുവരെ അതിനായി അധ്വാനിക്കുകയും ചെയ്യും. വിജയകരമായ ഉദ്യോഗ ജീവിതത്തിനുള്ള യോഗം ഉള്ള ഇവർ അധികാരമുള്ള ഉയർന്ന പദവികളിലെത്താനും അതോടൊപ്പം ഉയർന്ന നിലയിലുള്ളവരുമായി ഒരു അടുപ്പം കാത്തുസൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുന്നവരാണ്. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതമാണ് ഇവർക്ക്. വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും ഇവർ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. വയസ്സിൻ്റെ ഓരോ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 10 വയസ്സുവരെ ചെറിയ അസുഖങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഈ കാലം കുടുംബത്തിന് നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. 10 വയസ്സ് മുതൽ 27 വയസ്സുവരെ ഭാവി ജീവിതം വിജയകരമാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഉയർന്ന വിദ്യാഭ്യാസവും മെച്ചമായ ജോലിയും ഈ കാലത്ത് നേടാൻ കഴിയും. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ കാലം ഗുണമാണ്. 27 വയസ്സ് മുതൽ 33 വയസ്സുവരെ അസുഖങ്ങൾ, അപകടങ്ങൾ, തുടർന്ന് ധനനഷ്ടം എന്നിവയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഈ കാലത്ത് തന്നെ ചില യാദൃശ്ചിക സംഭവങ്ങൾ കാരണം നേട്ടങ്ങളും ഉണ്ടായേക്കാം. 33 വയസ്സ് മുതൽ 53 വയസ്സുവരെ സുഖവും സമൃദ്ധിയും ജോലി സംബന്ധമായ ഉയർച്ചയും കുടുംബസുഖവും അനുഭവപ്പെടും. 50 വയസ്സ് മുതൽ 69 വയസ്സുവരെയുള്ള കാലത്ത് വ്യവസായം, കൃഷി തുടങ്ങിയവ കൊണ്ട് ധനം നേടാനാകും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ഈ കാലയളവിൽ. 69 വയസ്സിന് ശേഷം ആരോഗ്യക്കുറവും അപകടങ്ങളും സൂചിപ്പിക്കുന്നു. കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായി ഉണ്ടായതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൽ കഴിയുവാൻ ഒരു ബുദ്ധിമുട്ടും ഇവർക്കുണ്ടാകില്ല. വിവാഹം ജീവിതത്തിന്റെ വഴിത്തിരിവാകുവാനും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള സാധ്യതയും ഇവർക്കുണ്ട്. വിവാഹത്തിന് ശേഷം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ദൂരസ്ഥലത്ത് സുഖജീവിതം നയിക്കുവാനും സാധിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും എന്നാൽ വിരോധം തോന്നുന്നവരോട് വളരെ കർക്കശമായി പെരുമാറുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയോ തകർച്ച വരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. സമചിത്തത പാലിക്കുന്ന ഇവരുടെ ഈ കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആത്മനിയന്ത്രണ ശക്തിയുള്ള ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവർ വലിയ ധൈര്യശാലികളാണെന്ന് പറയാൻ കഴിയില്ല. അല്പമായ ആലസ്യവും ഇവർക്കുണ്ടായിരിക്കും. സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കാനാണ് ഇവർ സാധാരണ ശ്രമിക്കാറ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുടുംബജീവിതം സുഖപ്രദമായിരിക്കും. നല്ല പെരുമാറ്റവും സ്വഭാവവും ഇവരുടെ ഗുണങ്ങളാണ്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, മകയിരം, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യത്തിന്റെ 3 പാദങ്ങൾ എന്നിവയാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുവാനായിട്ട് പാടില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കേതു, സൂര്യൻ, ചൊവ്വ എന്നീ ദശകളിൽ ഇവർ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കർമ്മങ്ങളും ചെയ്യുക. നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച വ്രതം, ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ, അന്നദാനം തുടങ്ങിയവ നടത്തുക. ശനിയും ഉത്രട്ടാതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു ക്ഷേത്ര ദർശനം,
വിഷ്ണു പൂജ തുടങ്ങിയവ നടത്താവുന്നതാണ്. മഞ്ഞ, കറുപ്പ് എന്നിവയാണ് ഇവരുടെ അനുകൂല നിറങ്ങൾ. ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ജ്യോതിഷന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചു തന്നാൽ രണ്ടു കൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.